നമസ്കാരം. സിനിമയിൽ ഒരുപിടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നടൻ മേഘനാഥൻ വിട പറഞ്ഞു. അനശ്വര നടൻ ബാലൻ കെ നായരുടെ മകനായ മേഘനാഥന് ഒരുപക്ഷെ സിനിമയിൽ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയില്ല. 30 വർഷം മുമ്പാണ് മേഘനാഥന്റെ ആദ്യ ചിത്രം പുറത്തു വന്നത്. മലയാള സിനിമയുടെ വ്യാകരണം തിരുത്തി എഴുതിയ PN മേനോന്റെ അസ്ത്രം എന്ന ചിത്രത്തിലൂടെ. അന്ന് താരതമ്യേന പുതുമുഖങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലിനും ഒപ്പമായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. സിനിമയിൽ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയ മേഘനാഥന് വർഷങ്ങൾക്ക് ശേഷം ബ്രേക്കായത് മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ്. ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത മറവത്തൂർ കനവിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. മറവത്തൂർ കനവ് പൂർത്തിയായി യാത്ര പറയുമ്പോൾ മേഘനാഥനോട് മമ്മൂട്ടി പറഞ്ഞു, അടുത്ത സിനിമയിൽ വിളിക്കാം. മമ്മൂട്ടി വാക്കുപാലിച്ചു. K. മധു സംവിധാനം ചെയ്ത ഗോഡ്മാനിലേക്ക് വീണ്ടും വിളിയെത്തി. ഗോഡ്മാനിൽ അഭിനയിക്കുമ്പോൾ തന്നെ മറ്റൊരു മമ്മൂട്ടി ചിത്രം തച്ചിലെടുത്ത ചുണ്ടനിലും അവസരം ലഭിച്ചു. വർഷങ്ങൾക്കിപ്പുറം മേഘനാഥന് സിനിമയിൽ പുനർജന്മം കിട്ടിയത് മറ്റൊരു മമ്മൂട്ടി ചിത്രത്തിലൂടെ. ജോണി ആന്റണി സംവിധാനം ചെയ്ത തോപ്പിൽ ജോപ്പനിലെ മാനസാന്തരപ്പെട്ട കുടിയൻ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. എബ്രറ്റ് ഷൈനിന്റെ ട്രെൻഡ് സെറ്റർ മൂവി ആക്ഷൻ ഹീറോ ബിജുവിലെ ചെറിയ വേഷം കണ്ടാണ് ചിത്രത്തിലേക്ക് മേഘനാഥനെ ജോണി ആന്റണി കാസ്റ്റ് ചെയ്തത്. തോപ്പിൽ ജോപ്പനിലൂടെ താനും മാനസാന്തരപ്പെട്ടെന്നാണ് മേഘനാഥൻ പിന്നീട് അഭിമുഖങ്ങളിൽ പറഞ്ഞത്. ഈ ചിത്രത്തിന് ശേഷം കഥാപാത്രങ്ങൾ ഓരോന്നായി മേഘനാഥനെ തേടിയെത്തി. മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോളിലെ കഥാപാത്രം എടുത്തു പറയണം. ദേശീയ പുരസ്കാരം വരെ നേടിയ ബാലൻ കെ നായരുടെ മകന് സിനിമയിൽ അർഹിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടിയോ? ഇല്ലെന്ന് തന്നെ പറയാം. സ്ഥിരം വില്ലൻ വേഷങ്ങൾ മേഘനാഥന്റെ തന്നെ മടുത്തിട്ടുണ്ടാവും. തിരുവനന്തപുരത്ത് ജനിച്ച മേഘനാഥന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷനിലായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി. ഇടയ്ക്ക് കർഷകന്റെ റോളിലും ജീവിതത്തിൽ മേഘനാഥൻ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടു. ഒടുവിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ബാക്കിയാക്കി മേഘനാഥൻ അകാലത്തിൽ വിട പറഞ്ഞിരിക്കുകയാണ്.